അച്ഛാ എന്തുകൊണ്ട് അച്ഛാ സുഖമായിട്ടിരിക്കുന്നു? നല്ല സുഖമായിട്ട്. നമ്മൾ എത്ര കാലമായിട്ട് 2004 നമ്മൾ ആദ്യമായിട്ട് 2004 തൊട്ട് 2010 വരെയുള്ള അതെ 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 ഒരിക്കലും മറക്കത്തില്ലാത്ത ഒരു ബന്ധമാണ്. ഞാൻ വിചാരിക്കുകയാണ് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പിൽഗ്രിം സെന്ററിൽ അച്ഛൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഒരുപാട് പേർക്ക് അച്ഛനൊരു റിട്ടയർമെന്റ് സ്റ്റേജിലേക്കൊക്കെ വന്ന് അച്ഛൻ, പക്ഷേ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നതാണ് അച്ഛൻ അവിടെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഭയങ്കര എനർജിയിൽ ഇപ്പോഴും അച്ഛൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് എന്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ഓൾദോ ഐ ആം റിട്ടയേർഡ് ബട്ട് നോട്ട് ടയേർഡ്. ഇതാണ് തീർച്ചയായിട്ടും. നമുക്ക് പണ്ട് ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ദൈവം അനുവദിക്കുന്ന ആരോഗ്യത്തിൽ ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം. അപ്പോൾ എൻ്റെ ഒരു ഓപ്പൺ അപ്രോച്ചാണ്. എല്ലാവരെയും കൂട്ടിപ്പിടിക്കുക. ഇവിടെ വരുന്ന ഒരാൾക്ക് ഒരു മോട്ടിവേഷൻ കിട്ടണം, കുറച്ചും കൂടി ജീവിതത്തെ പറ്റി ഒരു സന്തോഷവും വെളിച്ചവും കിട്ടണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ആദ്യം തന്നെ ഞാൻ തന്നെ ശരിയാവണം. ഹാപ്പി, ഐ ആം ഓൾവേസ് സ്മൈലിംഗ്. പിന്നെ എപ്പോഴും നമുക്ക് എല്ലാവരെയും ഇങ്ങനെ കൂട്ടിപ്പിടിക്കാവുന്ന കാര്യങ്ങള് കുറച്ച് മോട്ടിവേറ്റ് ചെയ്ത്, ഇവിടെ വരുന്ന ആളുകൾ വലിയ വലിയ പ്രതീക്ഷകളോടുകൂടി, പ്രത്യേകിച്ച് നിരാശയോടൊക്കെ വരുന്ന ആളുകളായിരിക്കും. അവരെ നമുക്ക് ആശ്വസിപ്പിക്കുക. നമ്മൾ എന്തിനാണ് ഈ പ്രാർത്ഥിക്കുന്നത്, എന്തിനാണ് നമ്മൾ ബൈബിൾ വായിക്കുന്നത്? ഇതെന്റെ എല്ലാം ലക്ഷ്യം ഈ മനുഷ്യരെ അവർക്ക് ഒന്ന് ആശ്വാസം കൊടുക്കുക എന്നുള്ളതാണ്. ഓർക്കുന്നുണ്ടോ ഈ പ്രവർത്തനങ്ങളൊക്കെ? 2004 മുതൽ 2010 ഇംഗ്ലണ്ടിലാണ് മെയിൻ ആയിട്ടുണ്ടായിരുന്ന ശുശ്രൂഷ ധ്യാനങ്ങള്. യു കെ എന്ന് പറയുമ്പോൾ ഇംഗ്ലണ്ട്, അയർലൻഡ്, സ്കോട്ട്ലൻഡ്, വെയിൽസ് 4 കൂടിയതാണ് യു കെ. അപ്പൊ നമ്മള് കൂടുതലും ഇംഗ്ലണ്ടിലാണ് വർക്ക് ചെയ്തത്. തീർച്ചയായിട്ടും. അന്ന് എനിക്ക് ബേബിച്ചൻ വലിയൊരു സഹായമായിരുന്നു. ഞാനിങ്ങനെ തപ്പി നടന്ന് വന്നേ ഉള്ളൂ. അങ്ങനെ കോവൻട്രിയിൽ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടെന്ന് കേട്ടു. അപ്പോഴേക്കും നീ എന്നെ വിളിച്ചു. ആദ്യം നീ എന്നെ വിളിക്കുന്നത്. അപ്പൊ തന്നെ ഞാൻ സമ്മതിച്ചു. ഞാനിങ്ങനെ ജോലിയിലാണ് നടക്കുകയാണ് ആ സമയം. വന്നിട്ട് 2 മാസം കണ്ടേ ആയുള്ളൂ. അപ്പോഴാണ് എന്റെ വിളി. ഉടനെ തന്നെ ഞാൻ ചാടി പുറപ്പെട്ടു. വരുന്നു വഴിയൊക്കെ തപ്പി തടഞ്ഞാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അച്ഛനാ വരുന്ന ഭാഗമൊക്കെ. അത് ഒരു പേപ്പറൊക്കെ പിടിച്ച് വരുന്ന ഞാൻ ഓർക്കുന്നുണ്ട്. അത് മാപ്പ് വെച്ച് അന്ന് നാവിഗേഷൻ ഒന്നും ഇല്ല. അതിനുശേഷം അങ്ങോട്ടൊരു ഒരു 5-6 വർഷക്കാലം എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു വർഷം എന്ന് പറയാം. കാരണം എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ ഈ സൗദി അറേബ്യയിൽ നിന്നാണ് വരുന്നത്. അവിടെ നമ്മുടെ കുർബാനകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്തോട്ട് ഇങ്ങോട്ട് വന്ന് അച്ഛനെയാണ് കിട്ടിയത്. എൻ്റെ ആത്മീയതയെ ഒന്നുകൂടെ വർദ്ധിപ്പിക്കാനായിട്ടും അച്ഛൻ്റെ കൂടെയുള്ള ആ സാമീപ്യം. അപ്പം അതായത് നീ അന്ന് ഈ സൗദി അറേബ്യയിൽ നിന്ന് വലിയ തീക്ഷ്ണമതിയായിട്ടാണ് വരുന്നത്. തീർച്ചയായിട്ടും. നിന്റെ പ്രാർത്ഥന, ആ മനോഭാവമോ ആ തീക്ഷ്ണതയോ ഒന്നും അവിടെയുള്ള മറ്റു പലർക്കും ഇല്ല. അപ്പൊ അങ്ങനെ വന്നപ്പോ ഞാൻ വിചാരിച്ചു എന്നെ തന്നെ കിട്ടിയെന്നുള്ളതാണ് എൻ്റെ ഒരു ഭാഗ്യം. പ്രാർത്ഥനയ്ക്ക് വിശ്വാസം, കുർബാനയ്ക്ക് ഒരു താല്പര്യം, ഇതൊക്കെ. അങ്ങനെ ആദ്യം എപ്പോഴും ഞാൻ കോവൻട്രിയിൽ വരും, ആദ്യം എൻ്റെ വീട്ടിൽ വരിക, ഭാര്യയും മക്കളെയും കാണുക. അവരൊക്കെ ആയിട്ട് വളരെ പേഴ്സണൽ ആയിട്ടുള്ള ബന്ധമായി നല്ലൊരു ഭക്ഷണം കഴിക്കും. എനിക്ക് അവിടെ സ്വന്തമായിട്ട് ഒന്നും അവിടെ ഇല്ലല്ലോ, ഞാൻ തന്നെയാണല്ലോ. അപ്പൊ നിന്റെ വീട്ടിൽ വന്നിട്ടാണ് ഭക്ഷണം. പിന്നെ നമ്മൾ എല്ലാവരും കൂടിയിട്ടാണ് പള്ളിയിലേക്ക്. കാപ്പയില്ല, പുസ്തകമില്ല, ചെറു പുസ്തകങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയാണ്. എല്ലാവരും കൂടി നീയും നിന്റെ മക്കളാണ് എന്റെ കപ്പിയാര്. തീർച്ചയായിട്ടും. അപ്പൊ അത് വലിയ സഹായമായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്നുകൊണ്ടാണ് പല സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ വ്യാപിച്ചത്. അത് ധ്യാനത്തിന്റെ പേരിലോ കുർബാനയ്ക്ക് പോകാനോ. അപ്പൊ എനിക്ക് ഉണ്ടായത് വലിയൊരു ഗുണം, ബേബിച്ചിനെ എനിക്ക് ഏറ്റവും വിശ്വസ്തനായിട്ട് കിട്ടിയെന്നുള്ളതാണ്. ഞാൻ പലരെയും കണ്ടുമുട്ടിയെങ്കിലും എന്നോട് വളരെ ചേർന്ന് നിന്ന് വളരെ വിശ്വസ്തയോട് കൂടിയിട്ട് ബേബിച്ചൻ പ്രവർത്തിച്ചു എന്നുള്ളതാണ് എനിക്കുണ്ടായ ഒരു പോസിറ്റീവായ സന്തോഷം. അത് ഞാൻ പ്രത്യേകം നിനക്ക് നന്ദി പറയാം. എൻ്റെ അവിടുത്തെ ജീവിതത്തെ കുറച്ചും കൂടി എളുപ്പമാക്കിയത്, കുറച്ചും കൂടി ലഘൂകരിച്ചത്, കുറച്ചും കൂടി ഉപകാരപ്രദമാക്കിയത് നിന്റെ ഒരു സാന്നിധ്യമാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അവിടുന്ന് പോയിട്ട് 14 കൊല്ലമായെങ്കിലും നീ ഓസ്ട്രേലിയ ചെന്ന് ഓസ്ട്രേലിയ അടുത്ത് ഞാൻ വന്നു. തീർച്ചയായിട്ടും ഞാൻ വന്നു. അങ്ങനെ ഇപ്പൊ നീ വരുമ്പോൾ എന്റെ അടുത്ത് വരാൻ ഓടി വരാൻ എന്താ കാരണം? ഈ ഒരു ബോണ്ട്, അന്നുണ്ടാക്കിയ ബോണ്ട് ഇതേവരെ നിലനിന്നു. നീയും പോസിറ്റീവാണ്, ഞാനും പോസിറ്റീവ് ആയതുകൊണ്ടാണ് സംഭവിച്ചത്. എന്താണേലും പിന്നെ ഇവിടെയും ഒരുപാട് ഇപ്പൊ ഞാനിവിടെ വന്നതിന് ശേഷം തന്നെ എത്ര പേര് അച്ഛനെ കാണാനായിട്ട്, ഈ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പം തന്നെ പല പ്രാവശ്യമായിട്ട് ആൾക്കാർ അച്ഛനെ കാണാനായിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതായിട്ട് ഞാൻ കണ്ടു. കാനഡയിൽ നിന്ന് ഒരു സെക്ഷൻ ആൾക്കാർ വന്നു. ഞാൻ പിന്നെ വീഡിയോ നിർത്തി. അവർ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പം അച്ഛന് തീർച്ചയായിട്ടും ഇതൊരു നല്ല അച്ഛന് കിട്ടിയിരിക്കുന്ന, ദൈവം തന്നിരിക്കുന്ന ഒരു നല്ല അവസരമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്.
അപ്പോൾ ഒരുപാട് പേർക്ക് ദൈവത്തിൻ്റെ സ്നേഹം അനേകർക്ക് നമ്മൾ യു കെയിലൊക്കെ അച്ഛൻ ചെയ്തതുപോലെ കാനഡയിലൊക്കെ ചെയ്തതുപോലെ അനേകരെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുവാനും ചേർത്ത് നിർത്താനും അതുപോലെ തന്നെ ഞാൻ മറ്റുള്ളവരോടായിട്ട് ഞാനിങ്ങനെ പറയുകയാണ്, നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിലും അച്ഛനെ പരിചയമുണ്ടെങ്കിലും ഇല്ലേലും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വിശുദ്ധ മറിയം ത്രേസ്യയുടെ ഈ പിൽഗ്രിം സെൻറ്ററിൽ ഇവിടെ വന്ന് അച്ഛനെ ഒന്ന് സന്ദർശിച്ച് നോക്കൂ. നിങ്ങൾ വലിയ വിഷയങ്ങളൊക്കെ ആയിട്ട് വരുന്നവർ തന്നെ നിങ്ങൾ അച്ഛൻ്റെ അടുത്ത് വന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് സംസാരിച്ച് നിങ്ങൾ അനുഭവം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അച്ഛൻ വേണ്ട നിർദ്ദേശങ്ങൾ അച്ഛൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ ഒരുപാട് പേരോട് സംസാരിച്ചും ഒക്കെയുള്ള വചനത്തിൻ്റെ അടിസ്ഥാനത്തിലും ദൈവത്തിൻ്റെ വലിയ കൃപയിലും കാരണം അച്ഛനോട് ദൈവത്തിൻ്റെ സ്നേഹമാണ് അച്ഛനിൽ വർക്ക് ചെയ്യുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപയാണ്. അതുകൊണ്ട് നമുക്കൊരു വലിയ അനുഭവമായിരിക്കും എന്നുള്ളതാണ് ഞാൻ മറ്റുള്ളവരോട് പറയുന്നൊരു കാര്യമാണ്. അപ്പം അച്ഛാ തീർച്ചയായിട്ടും ഇതൊരു വലിയ നമ്മുടെ ഈ കൂടിക്കാഴ്ച എന്നെ സംബന്ധിച്ചോളം എനിക്ക് വലിയൊരു, ഞാൻ ഈ 2 മാസത്തെ വെക്കേഷൻ വന്നിട്ട് അച്ഛനെ കാണാനായിട്ട് പറ്റിയത് ഒരു ധ്യാനം കൂടിയതിനേക്കാളൊക്കെ വലിയൊരു അനുഭവമായിട്ട് എനിക്ക് മാറുവാണ്. അപ്പോൾ ബേബിച്ചൻ പറഞ്ഞതുപോലെ തന്നെ ഈ പിൽഗ്രിം സെന്ററിലേക്ക് നിങ്ങൾക്ക് വരാം, നമുക്ക് പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് ധാരാളം ദൈവാനുഗ്രഹം കിട്ടും. അപ്പോൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്തതിന് പ്രത്യേകം എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.